ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് സേമിയ ഉപ്പുമാവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് അതിൻ്റെ പകുതിയോളം വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിയയ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഒരു 1/4 വേവ് ആവുവോളം നമുക്കത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സേമിയയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇത്രയും മതി. ഒരു 1/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. ഇനി നമുക്കത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും ഞാനൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് ഒന്ന് മുരിഞ്ഞൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഉണക്കമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളകായിരുന്നു അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചക്കറികൾ, ഞാനിപ്പോൾ കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, കുറച്ച് ക്യാബേജ് ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ലേശം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു. ഏറ്റവും ഓപ്ഷനിലാണ്. ആ പച്ചക്കറികളുടെയൊക്കെ കളറ് ഒന്ന് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ആ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ നിറമൊക്കെ ആ ഒറിജിനാലിറ്റിയിൽ ഇരിപ്പുണ്ട്. പഞ്ചസാര ചേർത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിറം മങ്ങിപ്പോവും. ഇപ്പോൾ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയും കൂടി ഇട്ട് കൊടുത്തു. സേമിയയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ ഉപ്പുമാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സേമിയ നമ്മൾ ആ വെള്ളം തിളപ്പിച്ചപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് ആ സേമിയ കട്ട പിടിക്കാതെ നമ്മൾക്ക് ഇതുപോലെ വേറിട്ട് കിട്ടി. കണ്ടോ, അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നതാണ്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉണ്ടോ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ഇനി അഥവാ പഴമോ കടലക്കറിയോ മുട്ടക്കറിയോ എന്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ബൈ.